Okay, welcome to the JMN discussion session from Riju and PSK. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വൺ പോർഷൻസിലുള്ള തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഈ 3 ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, so starting with question number 1, Shraddhikya. In a certain gas, the ratio of the velocity of sound and the RMS velocity is root of 5/9. The molar heat capacity of the gas in a process given by PT is constant. നമ്മൾ സാധാരണ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്യാസിനെ ഐഡിയലായിട്ട് ട്രീറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ PV = nRT എന്ന് പറയുന്നത് അവിടെ വാലിഡ് ആണ്. നമുക്ക് തന്നിട്ടുള്ളത് സൗണ്ടിൻ്റെ വെലോസിറ്റിയും RMS വെലോസിറ്റിയും ഗ്യാസിൻ്റെ RMS വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. സോ നമുക്കവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിവൈഡഡ് ബൈ VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 5/9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് റൂട്ട് ഓഫ് 9 എന്നുള്ളത് 3 ആണ്. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയായാലും നമുക്കത് റൂട്ട് ഓഫ് 5/9 എന്ന് തന്നെ കിടന്നോട്ടെ. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു RT ഡിവൈഡഡ് ബൈ M ആണ്. ഡിവൈഡഡ് ബൈ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3RT ഡിവൈഡഡ് ബൈ M ആണ്. RT/M എന്തായാലും അവിടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്കിനി രണ്ട് സൈഡും റൂട്ടിലാണ് കിടക്കുന്നത്. സോ വി ക്യാൻ സ്ക്വയർ ദം. സോ എന്തായിട്ട് വന്നു 5/9 ഈസ് ഈക്വൽ ടു, ഇവിടെ ഗാമ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്. സോ വി ഗെറ്റ് ഗാമ ഈക്വൽ ടു 5/3 എന്ന് കിട്ടി. ഗാമ ഈക്വൽ ടു 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടൊരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ പെട്ടെന്ന് നമുക്ക് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതും മോണോ അറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ അത് റൂട്ട് ഓഫ് 3/2R അല്ലേ എന്ന് തോന്നാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 5/2R അല്ലേ എന്ന് തോന്നാം. പക്ഷേ ഒരു കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഇത് PT ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന റിലേഷനാണ് ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതങ്ങ് മാച്ച് കളയാണ്. ഗാമ ഈക്വൽ ടു 5/3 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ളൂ. അപ്പോൾ ഗാമ ഈക്വൽ ടു 5/3 ഈ വാല്യൂ ആണ് നമുക്കിനി ഫർദർ യൂസ് വരുന്നത്. PT ഈസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ആയിട്ട് ട്രീറ്റ് ചെയ്തോളാനും പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ PT കോൺസ്റ്റൻ്റ് ആണ്. ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ ടെമ്പറേച്ചറിന് പകരം ഇപ്പോൾ PV = nRT അല്ലേ, PV = nRT ആണ്. ടെമ്പറേച്ചറിന് പകരം നമുക്ക് എന്തായാലും അവിടെ PV ഡിവൈഡഡ് ബൈ NR എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ P ഇൻറ്റു ടെമ്പറേച്ചറിന് പകരം PV ഡിവൈഡഡ് ബൈ NR അല്ലേ, സോറി, ടെമ്പറേച്ചറിന് പകരം PV ഡിവൈഡഡ് ബൈ NR ഇസ് കോൺസ്റ്റൻ്റ് എന്ന്. NR എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. സോ വി ഗെറ്റ് P² ഇൻറ്റു V ഈസ് കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അഡിയബാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടും. അപ്പോൾ എന്തായിട്ട് മാറി? PV/1/2 ഈസ് കോൺസ്റ്റൻ്റ് എന്നായിട്ട് മാറി. PV/1/2 ഈസ് കോൺസ്റ്റൻ്റ്. ഇത് ആൽഫയുടെ വാല്യൂ ആണ്. അതായത് ഒരു പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ആൽഫ ഈക്വൽ ടു 1/2 എന്നാണ്. നമുക്ക് ഈ രണ്ട് വാല്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതൊരു പോളിട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് അതിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് R/Γ-1 പ്ലസ് R/1 - എന്ന് കിട്ടും. ആൽഫയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഗാമ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ R/Γ-1 എന്ന് പറഞ്ഞാൽ അത് 2/3 അല്ലേ, പ്ലസ് R ഡിവൈഡഡ് ബൈ 1 - α എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. സോ യുവർ വാല്യൂ വിൽ ബി 3/2R പ്ലസ് 2R അല്ലേ. ഇത് ന്യൂമറേറ്ററിലേക്ക് പോയില്ലേ. അപ്പോൾ 2 + 1.5 3.5 അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വരേണ്ടത് 7R ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഓപ്ഷൻ വിൽ ബി ദ ലാസ്റ്റ് വൺ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ
ഇത് വാൻഡർവാൾസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ പറയുന്നത് പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിയൽ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻ എ കണ്ടെയ്നർ ഈസ് ഗിവൺ ബൈ P = RT ഡിവൈഡഡ് ബൈ 2V - B minus A divided by 4B². Yes. Then what is the mass of the gas? അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേഷൻസ് ഒക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ ഇതുപോലെയുള്ള ഒരു ഫോമിൽ നമുക്ക് പ്രഷർ തന്നിട്ടുണ്ടാവും. നമുക്കതിനെ എന്ത് ചെയ്യണമെന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ശരിക്കും ഈ ഇക്വേഷൻ നമുക്ക് എന്തിൻ്റെ ഫോമിലേക്ക് മാറ്റാം? വാൻഡർവാൾസ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വാൻഡർവാൾസ് റിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ P + n² A divided by V², ഇത് വാൻഡർവാൾസ് ഇക്വേഷനാണ്, ഇൻറ്റു V - NB. A and B അറിയാലോ, വാൻഡർവാൾസ് കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ടു nRT എന്ന് പറയുന്ന വാൻഡർവാൾസ് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് വന്നു. നമുക്കിതിനെ ഈ വാൻഡർവാൾസ് ഇക്വേഷനെ ഇതിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായി? P + n² അല്ലേ? n² means the number of n represents the number of moles. n² A divided by V² is equal to, ഇവിടെ ഒരു nRT ഉണ്ട്. ഇതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V - NB എന്ന് വന്നു. ഇത് വാൻഡർവാൾസ് ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് ഇതുമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാമല്ലോ. നമുക്ക് P = nRT divided by V - NB, ഇത് പുറത്തോട്ട് പോയി -n² A divided by V² എന്നായില്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനുമായിട്ട്, ആ ഗ്യാസിൻ്റെ പ്രഷർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടൈം കമ്പയർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം സെക്കൻഡ് ടൈം കമ്പയർ ചെയ്യലാണ്. നമുക്കിപ്പോൾ ഏത് രീതിയിൽ കമ്പാരിസൺ നടന്നാലും പെട്ടെന്ന് ആൻസർ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ n = 1 ആണോ എന്ന് നമുക്ക് തോന്നാം, പക്ഷേ നമ്മൾ ഡിനോമിനേറ്ററും കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ 2V - B യും ഇവിടെ V - NB ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. അതേസമയം രണ്ടാമത്തെ ടൈം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ B² പകരം സ്ക്വയർ ഓഫ് വോളിയം ആണ്, അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ആരാണ്? n² ആണ്. സോ ഇവിടെ n² പകരം ഇവിടെ കിടക്കുന്ന ആരാ? 1/4 അല്ലേ? ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ. പക്ഷേ നമ്മൾ ഇതിലേക്ക് വരാൻ ആ ഒരു സമയത്ത് നമുക്ക് വാൻഡർവാൾസ് ഇക്വേഷൻ ഓർമ്മയിൽ വരണം. n നമ്പർ ഓഫ് മോൾസിനുള്ള വാൻഡർവാൾസ് ഇക്വേഷൻ ഓർമ്മയിൽ വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന വാൻഡർവാൾസ് ഇക്വേഷൻ 1 മോളിൻ്റെയാണ്. P + A / V² × V - B = RT. അത് വെച്ച് ഇവിടെ നടക്കില്ല. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് അതായത് നമുക്ക് കിട്ടിയ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ n² പകരം ഇവിടെ കിടക്കുന്ന ആരാണ്? 1/4 ആണ്. സോ n² = 1/4 എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്പർ ഓഫ് മോൾസ് = 1/2 ആണ്. ഹാഫ് മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിനകത്തുള്ളത്. മോളാർ മാസ് 44 ആണ്. സോ ഹാഫ് മോൾ എന്ന് പറയുമ്പോൾ യുവർ ആൻസർ വിൽ ബി 22 grams. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് തെർമൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. എ ഗ്യാസ് ഇസ് ഫിൽഡ് അപ് ടു എ മാർക്ക് വിത്ത് 50 cm³ ഓഫ് മെർക്കുറി. അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയാം, ഇവിടെ നമ്മൾ മീറ്റർ ക്യൂബിലേക്കൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ ആൻസറും cm³ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ഗ്ലാസ് ഫ്ലാസ്ക് ഈസ് ഫിൽഡ് അപ് ടു എ മാർക്ക് ഓഫ് 50 cm³ of mercury at 18 degrees Celsius. Initial and final temperature ഉണ്ട്. If the flask and the contents are heated to 38 degree, അപ്പോൾ delta T വാല്യൂ 20 ആണ്. How much mercury will be above the mark? ഗ്ലാസിൻ്റെ ആൽഫ വാല്യൂ, ഇത് ആൽഫ എന്നാണ് എഴുതിയിട്ടുള്ളത്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി ഈസ് ഗിവൺ. ഇത് ഗാമയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എത്ര മെർക്കുറി ആ മാർക്കിന് മുകളിലേക്ക് വരുന്നു എന്ന് കണ്ടുപിടിക്കണം. അതായത് മെർക്കുറിയുടെ വോളിയം എക്സ്പാൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡെൽറ്റ V ഓഫ് മെർക്കുറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം രണ്ടുപേരും ഒരേ ലെവൽ, ആദ്യം 50 cm³ ഓഫ് മെർക്കുറിയാണുള്ളത്. പിന്നെ രണ്ടുപേരെയും കൂടി നമ്മൾ 18 തൊട്ട് 38 ഡിഗ്രി വരെ ചൂടാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണിപ്പോൾ ഗ്ലാസ് ബീക്കർ എന്ന് വിചാരിക്കുക. ഇതാണിപ്പോൾ ഈ 50 cm³ മാർക്ക്.
നമ്മളിതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായാലും മെർക്കുറിയുടെ തെർമൽ എക്സ്പാൻഷൻ കൂടുതലാണ്. സോ മെർക്കുറിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആ ഗ്ലാസിൻ്റെ എക്സ്പാൻഷനേക്കാൾ കൂടുതലായിരിക്കും. സോ ഗ്ലാസിനും ചെറിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും, മെർക്കുറിക്കും ചെറിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ 50 സെൻറ്റിമീറ്റർ മാർക്ക് എന്ന് പറയുന്നത്. ഇതാണ് 50 സെൻറ്റിമീറ്റർ അല്ല 50 സെൻറ്റിമീറ്റർ ക്യൂബ് മാർക്ക്. ഇത് ഈ ഫ്ലാസ്കിനും ഒരു ചെറിയ എക്സ്പാൻഷൻ ഉണ്ടാവും, മെർക്കുറിക്കും ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് ഒരു വോളിയം ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ രണ്ടുപേർക്കും എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി മൈനസ് എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക് അല്ലേ? രണ്ടുപേരും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. മെർക്കുറി എന്തായാലും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും, ലിക്വിഡാണ്, അതിന് ഗ്ലാസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷനേക്കാൾ വോളിയം എക്സ്പാൻഷൻ കൂടുതലായതുകൊണ്ട് മെർക്കുറിയുടെ വോളിയം എക്സ്പാൻഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നെറ്റ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മെർക്കുറിക്ക് ഉണ്ടായിട്ടുള്ള വോളിയം എക്സ്പാൻഷൻ മൈനസ് ഗ്ലാസിനുണ്ടായിട്ടുള്ള വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞാൽ പോരെ, ഡെൽറ്റ വി ഓഫ് മെർക്കുറി മൈനസ് ഡെൽറ്റ വി ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പോരെ. ഡെൽറ്റ വി ഓഫ് മെർക്കുറി എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട് ഇൻറ്റു പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഇനീഷ്യൽ വോളിയം 50 സെൻറ്റിമീറ്റർ ക്യൂബാണ് തന്നിട്ടുണ്ട്, ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ആൽഫയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വി ഹാവ് വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 3 times ദ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിന് എന്തായിട്ട് എഴുതാം? 3 ആൽഫ ഇൻറ്റു V0 ഇൻറ്റു ഡെൽറ്റ ടി. ഇനീഷ്യലി രണ്ടുപേരും 50 സെൻറ്റിമീറ്റർ ക്യൂബ് മാർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ V0 ഡെൽറ്റ ടി രണ്ടിടത്തും കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗാമ മൈനസ് 3 ആൽഫ എന്ന് കിട്ടും. V0യുടെ വാല്യൂ 50 സെൻറ്റിമീറ്റർ ക്യൂബ്, ആരും യൂണിറ്റ് മാറ്റാൻ നിൽക്കണ്ട. ഡെൽറ്റ ടിയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 20 അല്ലേ, 8 into 38. അപ്പോൾ 20 എന്ന് കിട്ടിയില്ലേ മക്കളെ? ഗാമ മൈനസ് 3 ആൽഫ, ഗാമ എന്ന് പറയുമ്പോൾ 180 ആണ്, മൈനസ് 3 ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ 9 അല്ലേ, അപ്പോൾ 3 ആൽഫ എന്ന് പറയുമ്പോൾ 27 എന്ന് കിട്ടും. രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു 10⁻⁻6 എഴുതാൻ മറക്കണ്ട, അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു 1000 വരും, 10 ഇൻറ്റു 10⁻⁻6. അപ്പോൾ 10⁻⁻3 ഇൻറ്റു 180 നിന്ന് 27 പോയി കഴിഞ്ഞാൽ 153 അല്ലേ, ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓർ യുവർ ആൻസർ വിൽ ബി 0.153 സെൻറ്റിമീറ്റർ ക്യൂബ്. ആൻസർ ഉണ്ടല്ലോ, എക്സാക്ട് ആൻസർ അവിടെ ഓപ്ഷൻ സി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വോളിയം എക്സ്പാൻഷൻ ഉണ്ട്, ഈ ആൽഫ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. ഇത് ഗ്ലാസിൻ്റെ വോളിയം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ എടുത്തങ്ങ് ചെയ്യും നിങ്ങൾ. അപ്പോൾ അതുപോലെ തെറ്റ് വരുത്താതിരിക്കാൻ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മുടെ കൈനറ്റിക് തിയറി എന്നുള്ളത് തന്നെയാന്ന് തോന്നുന്നു. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടപ്പോൾ തോന്നിയതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ് കൺഫൈൻഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് ക്ലോസ്ഡ് ചേംബർ. As the gas undergoes adiabatic expansion, വോളിയം കൂടുന്നുണ്ട്, the average time of collision between molecules increases as V raised to Q. അപ്പോൾ ആ Qൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. V എന്ന് പറയുന്നത് വോളിയമാണ്. ഇവിടെ ഈ ആവറേജ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ കൊളീഷൻ പഠിച്ച ഓർമ്മ ഉണ്ടാവണം കുറേ പേർക്ക്. ആവറേജ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 successive collision is called as the relaxation time. അപ്പോൾ ഈ റിലാക്സേഷൻ ടൈമിനെ നമ്മളൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ടൈം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കൊളീഷനുകൾക്ക് ഇടയിലുള്ള ടൈം ഇൻ്റർവെലാണ്. രണ്ട് കൊളീഷനുകൾക്ക് ഇടയിലുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കൊളീഷനുകൾക്ക് ഇടയ്ക്ക് ഗ്യാസ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് that the molecules travel between 2 successive collisions is called as a mean free path. അപ്പോൾ നമുക്ക് ഇതിനെ എന്താ എഴുതാം? മീൻ ഫ്രീ പാത്ത് ഡിവൈഡഡ് ബൈ വി എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റിയാണ് VRMS. സോ ലാംഡ ഡാഷിൻ്റെ ഇക്വേഷൻ മറ്റേ മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ ആണ്. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ വിൽ ബി ദാറ്റ് ഈസ് 1/√2 pi n d² ഹോൾ ഡിവൈഡഡ് ബൈ VRMS എന്ന് വരും. അപ്പോൾ നമുക്ക് റിലാക്സേഷൻ ടൈമിൻ്റെ ഇക്വേഷനായി എന്താണ്? 1/√2 pi n d² ഇൻറ്റു VRMS. വി എന്ന് എഴുതിയാൽ മതി. VRMS തന്നെയാണ് നമുക്ക് അറിയാലോ, മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ ഇവിടെ √2 pi കോൺസ്റ്റൻ്റ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ ഡയാമീറ്റർ ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വാരിയബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാർ എന്നും വിയും മാത്രമാണ്. എൻ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് മോൾസ് അല്ല, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അറിയാം.
ഇതിൽ ഇവരുടെ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാവുന്ന ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കണം. മറ്റേ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ എക്സ്പാൻഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. കാരണം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് വിൽ മൂവ് അവേ ഫ്രം ഈച്ച് അതർ. സോ ഒരു യൂണിറ്റ് മീറ്റർ ക്യൂബിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം വല്ലാതെ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്കവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയാം. വോളിയം ഓഫ് ദ ഗ്യാസ് ഇത് ക്യാപിറ്റൽ വി ആണ്. അതേപോലെ തന്നെ VRMS എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അവിടെ അഡയബാറ്റിക് എക്സ്പാൻഷനാണ് നടക്കുന്നത്. ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ കൊളീഷൻസ് ഇൻക്രീസസ് ആസ് V⁻Q. V വോളിയം ആണ് തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് Q ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഐസൊലേറ്റഡ് ക്ലോസ്ഡ് ചേമ്പറാണ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു ആളിൽ T⁻⁻1 ഇസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ N പ്രൊപ്പോർഷണൽ ടു 1/V ആണ്, V പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T ആണ്. ഈ രണ്ടാൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ടോ പ്രൊപ്പോർഷണൽ ടു N പ്രൊപ്പോർഷണൽ ടു 1/V അല്ലേ. അപ്പോൾ Nന് പകരം 1/V എന്ന് കൊടുത്തു കഴിഞ്ഞാൽ V നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും. ഡിവൈഡഡ് ബൈ RMS വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു 1 എഴുതിയത് തെറ്റിപ്പോയില്. RMS വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/√T അല്ലല്ലോ. VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m അല്ലേ. അപ്പോൾ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T അല്ലേ മക്കളെ, സോറി. അപ്പോൾ VRMS ഇത് VRMS ആണ്. VRMSന് പകരം നമുക്ക് എന്തായിട്ട് എഴുതിയാൽ മതി, റൂട്ട് ഓഫ് T എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ഡിവൈഡഡ് ബൈ √T എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ബാക്കി എല്ലാവരും വെലോസിറ്റിയാണ്, ബാക്കി എല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് വോളിയമാണ്, ഇത് ടെമ്പറേച്ചറാണ്. നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ആ ടെമ്പറേച്ചറിൻ്റെ ടൈമിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ക്യാൻസലാക്കി കളയണം. ടെമ്പറേച്ചറിൻ്റെ ടൈമിനെ ഇവിടുന്ന് ക്യാൻസലാക്കി കളയാൻ എന്താ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ഡിവൈഡഡ് ബൈ √T എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡയബാറ്റിക് ഇക്വേഷനിലേക്ക് വരാം. അഡയബാറ്റിക് ഇക്വേഷൻ അനുസരിച്ച് TV പവർ Γ-1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും T⁻1-1/γ, ഇതിനെ നമ്മൾ രണ്ട് സ്ഥലത്തും ഗാമാത്ത് റൂട്ട് എടുക്കുകയാണ്. T⁻1 - 1/1 - ഇൻറ്റു V ഈസ് കോൺസ്റ്റൻ്റ് എടുത്തൂടെ. രണ്ട് ഇവിടെയും ഇപ്പുറത്തും നമ്മൾ Γ-1 റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വോളിയം ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ T പവർ 1/1 - γ എന്ന് വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് Tക്ക് പകരം ഇവിടെ നമുക്ക് ടെമ്പറേച്ചറിന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ റൂട്ട് ഓഫ് T. അപ്പോൾ V ഈക്വൽ ടു K ഇൻറ്റു T പവർ, ഇത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1/TV⁻Γ-1 അല്ലേ. ഓ ഞാൻ അവിടെ റൂട്ട് എടുത്ത് തെറ്റിപ്പോയല്ലോ, നമുക്ക് തിരുത്തണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നമ്മൾ Γ-1 റൂട്ടല്ലേ എടുക്കണം. Γ-1 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ T പവർ 1/Γ-1, ആ ഒരു മൈനസ് സൈൻ അവിടെ മാറിപ്പോയതാണ്, ഇൻറ്റു V ഈസ് കോൺസ്റ്റൻ്റ് എന്ന് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ T പവർ 1/Γ-1 എന്നായി. അതായത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T പവർ, അത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1/1 - γ ആയിട്ട് മാറി. നമുക്ക് ഇവിടുന്ന് ടെമ്പറേച്ചറിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കണം. ടെമ്പറേച്ചറിനെ ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? V ടെമ്പറേച്ചറിന് പകരം നമുക്ക് ടെമ്പറേച്ചർ, ഒരു മിനിറ്റ്, അവിടെ TV⁻Γ-1 ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ Γ-1 റൂട്ടൊക്കെ എടുക്കണേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കാര്യത്തിലേക്ക് വന്നൂടെ. അതായത് T ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ V പവർ Γ-1. വെറുതെ ആവശ്യമില്ലാത്ത കുറേ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എഴുതി ഇതിനകത്ത്. അപ്പോൾ K ഇൻറ്റു V പവർ 1 - γ എന്നായില്ലേ. ഇത് നേരെ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V പവർ 1 - γ എന്നല്ലേ വരിക. യെസ്, 1 - γ എന്ന് വന്നു. അപ്പോൾ കാര്യം കിട്ടി.
നമ്മൾ ഈ ടെമ്പറേച്ചറിന് പകരം ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതൊന്ന് മാച്ച് കളയുന്നുണ്ട് ഞാൻ, നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ബൈ റൂട്ട് ഓഫ് ടി ആണ്. അതിൽ ടിക്ക് പകരം നമ്മൾ വി പവർ 1 മൈനസ് ഗാമ എന്ന് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി റൈസ് ടു 1 മൈനസ് ഗാമ എന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഒരു വി പവർ 1 ഉണ്ട്, ഇവിടെയാണെങ്കിൽ വി പവർ 1 മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ 2 അല്ലേ, റൂട്ടല്ലേ. റൂട്ടിനെ നമ്മൾ റൂട്ടിൻ്റെ സൈൻ മാറ്റി എഴുതുമ്പോൾ അത് 1 മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്നല്ലേ വരിക. അപ്പോൾ ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി പവർ 1 മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് റിലാക്സേഷൻ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി പവർ ഇവിടെ ഒരു 1 മൈനസ് 1/2 ഒരു 1/2 വരും, പിന്നെ ഇവിടെ ഒരു പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ അവർ ഫൈനൽ ആൻസർ ഈസ് ദ റിലാക്സേഷൻ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി പവർ 1 പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 2. ആൻസർ ഉണ്ടാവില്ല അവിടെ. ദ വാല്യൂ ഓഫ് ക്യൂ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനായിട്ട് റിലേഷനായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ വി റൈസ് ടു ക്യൂ ആണ്. ദ ആവറേജ് ടൈം ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസസ് ആസ് വി റൈസ് ടു ക്യൂ. ഇവിടെ ക്യൂവിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? 1 പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മൾ ആവശ്യമില്ലാതെ കുറേ സ്റ്റെപ്പുകളൊക്കെ എഴുതി സമയം കളഞ്ഞു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു 1 മൈനസ് ഗാമ എന്നങ്ങ് നേരെ കൊടുത്താൽ മതിയായിരുന്നു. മറ്റേ വഴിയിൽ നമ്മൾ എഴുതിയെന്ന് വെച്ചാൽ കുറേ സമയം പോവില്ലേ, നമുക്കങ്ങനെ കളയാൻ സമയമില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ എന്താണ്? The pressure P, volume V and temperature T for a certain gas are related by P equal to AT minus BT square divided by V. അത് V ആണ്. Volume, V stands for volume. Where A, B and V are constants. The work done by the gas between the temperature from T1 to T2 while the pressure remains constant. അവിടെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഇവിടെ V കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ, ഇതെന്തോ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ V stands for വോളിയം, എയും ബിയും മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ ഇവിടെ. ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് വെൻ ദ ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം T1 to T2 വൈൽ ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ P ഇൻറ്റു V2 മൈനസ് V1 ആണ്. അവിടെ V1ഉം V2നും പകരം മാത്രം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഓൾറെഡി തന്നിട്ടുണ്ട്, പ്രഷറിൻ്റെ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ ഈക്വൽ ടു തന്നിട്ടുള്ളത് എന്താണ്? പ്രഷർ ഈക്വൽ ടു AT മൈനസ് BT സ്ക്വയർ ബൈ V ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ആസ് വോളിയം ഈക്വൽ ടു AT മൈനസ് BT സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ എന്ന് എഴുതാലോ. സോ അവിടെ വർക്ക് ഡൺ ഈക്വൽ ടു പ്രഷർ ഇൻറ്റു V2 മൈനസ് V1 അല്ലേ. V2 മൈനസ് V1 പകരം V2 എന്ന് പറഞ്ഞാൽ T2 ടെമ്പറേച്ചറിലുള്ള വോളിയം, V1 എന്ന് പറഞ്ഞാൽ T1 ടെമ്പറേച്ചറിലുള്ള വോളിയം. അപ്പോൾ അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്തായി? AT2 മൈനസ് BT2 സ്ക്വയർ ഡിവൈഡഡ് ബൈ P. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് അല്ലോ മൈനസ് അല്ലേ, നമ്മൾ V2 മൈനസ് V1 അല്ലേ എടുക്കുന്നത്. മൈനസ് എന്താ വരുന്നത്? AT1 മൈനസ് BT1 സ്ക്വയർ ഡിവൈഡഡ് ബൈ P എന്ന് വരും. വെട്ടികളയാനിപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ P ഉണ്ട്, ഇവിടെ P ഉണ്ട്, അത് ക്യാൻസലായി പൊക്കോളും. പിന്നെ അവിടെ ബാക്കി വരുന്നത് എന്താ? AT2 മൈനസ് BT2 സ്ക്വയർ, ഇവിടെ മൈനസ് AT1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയില്ലേ, പ്ലസ് BT1 സ്ക്വയർ ആയി. നമുക്കതിനെ എനും ബീനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരാം. അപ്പോൾ അവിടെ A ഇൻറ്റു എന്താ വരുന്നത്? T2 മൈനസ് T1, A ഇൻറ്റു T2 മൈനസ് T1. രണ്ട് ഓപ്ഷൻ ഇല്ലേ? A ഇൻറ്റു T2 മൈനസ് T1 ഓക്കെ. മൈനസ് B പുറത്തേക്ക് എടുക്കാമല്ലോ. B ഇൻറ്റു മൈനസ് B പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു T2 സ്ക്വയർ മൈനസ് T1 സ്ക്വയർ എന്നായിട്ട് മാറും. ഇതേതാ ഓപ്ഷൻ? 1 ആണോ 3 ആണോ? മൂന്നാമത്തെ അല്ലേ. തേർഡ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേഷൻസ് കുറവാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് ഈ പ്രഷർ ഈക്വൽ ടു നമ്മളിത് നമ്മുടെ എക്സാം പേപ്പറിൽ കാണുമ്പോൾ ഇതെന്തോ വലിയ ക്വസ്റ്റൻ എന്ന് വിചാരിക്കും. പക്ഷേ വളരെ ക്വസ്റ്റ്യനും ലെങ്തി ക്വസ്റ്റൻ ആയിട്ട് തോന്നാം. ഇത് ഈ ഒരു ഫോമിലൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളിത് എന്ത് പ്രോസസ്സാണ്, എങ്ങനെ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. പക്ഷേ ഇതുപോലെ തരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചോളൂ. പല തവണകളും ഇതുപോലെ കണ്ടാൽ ബുദ്ധിമുട്ടെന്ന് തോന്നിക്കുന്ന എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് JEE മെയിൻസിൽ നിങ്ങളെ പ്രീവിയസ് പേപ്പറുകൾ നോക്കിയാൽ അറിയാം. കഴിയുന്നതും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മോഡൽ ഞാൻ കഴിയുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, നോക്കാം. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 1.5 പാരഗ്രാഫ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 1.5 പാരഗ്രാഫ് വായിച്ച് വന്ന് ആൻസറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ പോകും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എങ്ങനെയാണ്, ടഫ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം നമുക്ക്. 2 ഐഡൻറ്റിക്കൽ വെസൽസ് വായിച്ച് വരുമ്പോൾ നമുക്ക് എന്തോ ആദ്യം വായിച്ചതൊക്കെ അവസാനം എത്തുമ്പോഴേക്കും ആദ്യം വായിച്ച് മറന്നു പോയിട്ടുണ്ടാവും പലരും. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. 2 ഐഡൻറ്റിക്കൽ വെസൽസ് കണ്ടെയ്ൻസ് ദ സെയിം ഗ്യാസ് അറ്റ് പ്രഷേഴ്സ് P1 and P2 at absolute temperatures T1 and T2 തന്നിട്ടുണ്ട് അവിടെ. On joining the vessels with a small tube as shown in the figure, the gas reaches a common temperature T and a common pressure P. ഇവരെ ഈ ട്യൂബ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരു കോമൺ പ്രഷറിലും ടെമ്പറേച്ചറും എത്തും. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്യൂബ് വെച്ച് കണക്ട് ചെയ്താലും കണക്ട് ചെയ്തില്ലെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. നമ്പർ ഓഫ് മോൾസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് N = N1 + N2 ആണ്. N = N1 + N2 എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വോളിയം ഡബിൾ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? PV = nRT എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവരെ രണ്ടുപേരെയും കൂടി നമ്മൾ ഈ ട്യൂബ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം, ഇതിൻ്റെ വോളിയം V ആണ്, ഇതിൻ്റെ വോളിയം V ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഐഡൻറ്റിക്കൽ വെസൽസ് ആണ്. അപ്പോൾ വോളിയം സെയിം ആയിരിക്കുമല്ലോ എന്തായാലും. നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടുപേരും കൂടെ ട്യൂബ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് എന്ന് പറയുമ്പോൾ V + V 2V ആയിട്ട് മാറി. കോമൺ പ്രഷർ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ P × 2V ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾ = PV / NT അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിന് പകരം P × 2V ഡിവൈഡഡ് ബൈ R × T. ഇതിൻ്റെ P/Tയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. = P/T നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. = N1 എന്ന് പറയുമ്പോൾ P1V ഡിവൈഡഡ് ബൈ R T1 പ്ലസ് P2V ഡിവൈഡഡ് ബൈ R × T2 ആണ്. ഇവിടെ എല്ലായിടത്തും ക്യാൻസലാക്കി കളയാൻ V ക്യാൻസലാക്കി കളയാം, പിന്നെ R ക്യാൻസലാക്കി കളയാം. അപ്പോൾ നമുക്കവിടെ 2P / T = എന്താ വരുന്നത് ബാക്കി? P1 / T1 പ്ലസ് P2 / T2 എന്ന് കിട്ടും. സോ നമുക്ക് ആവശ്യമുള്ള റേഷ്യോ ആയി P/T = ഒരു 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ? P1 T2 പ്ലസ് P2 T1 ഹോൾ ഡിവൈഡഡ് ബൈ T1 × T2 എന്ന് കിട്ടും. സോ ദിസ് ഇസ് യുവർ ആൻസർ. ഏതാണ്? ഒന്നാമത്തെ ആണോ? P1 അല്ല, ഒന്നാമത്തെ അല്ലല്ലോ, അത് P1 T1 അല്ലേ വന്നിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ അല്ലേ ആൻസർ വരുന്നത്? P1 T2 പ്ലസ് P2 T1 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. തേർഡ് ഓപ്ഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. A small ball of mass m is dropped from an aeroplane which is moving at a height of 50 meter above the ground with a speed of 25 meter per second. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ 50 മീറ്റർ ഹൈറ്റിൽ പോകുന്ന 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡുള്ള ഒരു പ്ലെയിനിൽ നിന്നാണ് നമ്മൾ ബോളിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ബലൂണിൽ നിന്ന് കല്ല് താഴത്തേക്ക് വീഴുന്നു. ബലൂൺ മുകളിലേക്ക് പോകുമ്പോൾ കല്ല് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ ആ താഴത്തേക്ക് വീഴുന്ന മൊമെൻറ്റിൽ, ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ അതിന് ഒരു അപ്വേർഡ് വെലോസിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയിനാണ്, റെസ്റ്റിലിരിക്കുന്ന. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഞാൻ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനൊരു കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേന ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ, അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഡ്രോപ്പിംഗ്, ആ പേനയ്ക്ക് അല്ലെങ്കിൽ എന്താണോ ഒബ്ജക്റ്റ് അതിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ആ ബോളിൻ്റെ അവസ്ഥ. അത് റിലീസ് ചെയ്യുന്നത് 50 മീറ്റർ ഹൈറ്റിൽ നിന്നായതുകൊണ്ട് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം എ പ്ലെയിൻ വിച്ച് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 25 √2 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്തായാലും കൺസർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് mgh പ്ലസ് ½ × mv² ആണ് ഇനീഷ്യൽ എനർജി. ഇത് ഏതൊക്കെ തരത്തിലുള്ള ഡിസിപ്പേഷൻ ഉണ്ടെങ്കിലും ടോട്ടൽ എനർജി ഇത് തന്നെയായിരിക്കും. ഇഫ് ഹാഫ് ഓഫ് ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ ബോൾ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്, half of the mechanical energy of the ball with respect to the ground is lost as thermal energy due to air friction. ഇത് താഴേക്ക് വരുന്ന സമയത്ത് ഇതാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഈ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെ പകുതി എന്തായിട്ട് പോയി? ഹീറ്റായിട്ട് പോയി. അങ്ങനെ പകുതി ഹീറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാലോ. അപ്പോൾ അവിടുത്തെ ഹീറ്റ്
ലോസ്റ്റ് ഡ്യൂ ടു എയർ ഫ്രിക്ഷൻ ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച്, ആ ബോളിനുണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ എനർജിയുടെ പകുതിയാണല്ലോ ഹീറ്റായിട്ട് പോയത്. ഹീറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവില്ലേ മക്കളെ? ടെമ്പറേച്ചർ ചേഞ്ച് വന്നാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? mc∆T അല്ലേ? അപ്പോൾ എന്ത് പറയാം? mgh പ്ലസ് ഹാഫ് mv² ആണ് ടോട്ടൽ എനർജി. അതിൻ്റെ പകുതിയാണ് ആരായിട്ട് പോകുന്നത്? ഹീറ്റായിട്ട്, അതായത് mc∆T ആയിട്ട് പോകുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ, മാസ് തരേണ്ട ആവശ്യമില്ല, മാസ് എല്ലായിടത്തും ക്യാൻസലായി പൊക്കോളും. പിന്നെ അവിടെ ബാക്കി വരുന്നത് g × h. g × h എന്ന് പറയുമ്പോൾ എത്രയായി? 50 × 10. അപ്പോൾ അത് 500 ആയിട്ട് മാറി. 50 × 10 പ്ലസ് v² എന്ന് പറയുമ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലോ, ഹാഫ് ഇൻറ്റു v² ആണ്. അപ്പോൾ v² എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 എന്ന് വരും. 625 × 2. ആ 2ഉം ഇവിടുത്തെ 2ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു 625 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈക്വൽ ടു ഈ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി 56.25 ആണ്. 56.25 ഇൻറ്റു ∆Tയുടെ വാല്യൂ എത്രയാണ്? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ∆T ഇവിടെ ഒരു /2 ഉണ്ട്. അപ്പോൾ നമുക്ക് 500 × 625. അപ്പോൾ ∆Tയുടെ വാല്യൂ വരുന്നത് 1125 /56.25 × 2. 10 ഡിഗ്രി അല്ലേ ആൻസർ വരുന്നത്? ഇതിപ്പോൾ 1125 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 112.5 അല്ലേ വരുന്നത്. സോ യുവർ ആൻസർ വിൽ ബി ∆T ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി. സെക്കൻഡ് ഓപ്ഷൻ. ഇത് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വായിച്ചു വരാൻ കുറേ ഉണ്ട്. ഈ വായിച്ചു വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സാവധാനം വായിച്ച് എന്താണ് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതിയതിന് ശേഷം മാത്രം കാൽക്കുലേഷനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയും തെർമൽ പ്രോപ്പർട്ടീസിനൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കഴിയുന്നതെല്ലാം പല പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കൺസെപ്റ്റ് മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എ കറണ്ട് ഓഫ് 2.5 ആംപിയർ ഈസ് പാസിംഗ് ത്രൂ എ ഹീറ്റിംഗ് കോയിൽ ഇമേഴ്സ്ഡ് ഇൻ 180 gram ഓഫ് പാരഫിൻ. സ്പെസിഫിക് കപ്പാസിറ്റി 2 J/g/Kelvin എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ശ്രദ്ധിക്കേണ്ട കാര്യം, തെറ്റിപ്പോകുന്നത് ഇവിടെ കാൽക്കുലേഷനാണ്. ഹീറ്റ് കപ്പാസിറ്റി 2 J/g എന്നാണ് തന്നിട്ടുള്ളത്. മാസ് 180 ഗ്രാമിലാണ്. സോ ഇതിനെ നിങ്ങൾ J/kg മാറ്റേണ്ട ആവശ്യമില്ല. യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെയാണ് തെറ്റുന്നത്. ഇതുപോലെ പ്രത്യേകിച്ചും കലോറിമീറ്റർ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ 100 gram കലോറിമീറ്റർ. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് 0.4 J/g റൈസസ് ദ ടെമ്പറേച്ചർ ഫ്രം 5 degree ബിലോ ദ റൂം ടെമ്പറേച്ചർ ടു 5 degree എബോവ് ദ റൂം ടെമ്പറേച്ചർ. എന്തിനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും അവിടെ റൂം ടെമ്പറേച്ചറിൽ നിന്ന് 5 degree കുറവായിരുന്നു, അത് റൂം ടെമ്പറേച്ചറിൽ നിന്ന് 5 degree കൂടുതലായി. ദാറ്റ് മീൻസ് സിംപ്ലി ദാറ്റ് ഈസ് മീനിങ് ∆T ഈസ് ഈക്വൽ ടു 10 degree. പക്ഷേ അതൊന്നും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ അവിടെ വേറെ പ്രത്യേകിച്ച് എബോവ് ബിലോ എന്ന് പറയുന്നതിന് അവിടെ ഇതൊന്നുമില്ല. നമ്മളിത് എക്സാമിൻ്റെ സമയത്ത് നമ്മളിത് വായിച്ച് നോക്കുമ്പോൾ ഇതെന്താണ് 5 degree ബിലോ 5 degree എബോവ് എന്നൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ തോന്നിക്കൂടെ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്, ആ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ കണക്റ്റഡ് അക്രോസ് ദ ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ അതിന് അക്രോസ് ആയിട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അത് ആ കോയിലിൻ്റെ 2 എൻഡുകൾക്ക് ഇടയിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2.5 ആംപിയർ കറണ്ട് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ത്രൂ എ ഹീറ്റിംഗ് കോയിൽ ഇമേഴ്സ്ഡ് ഇൻ 180 gram ഓഫ് പാരഫിൻ contained in a 100 gram calorimeter rises the temperature from 5 degree below room temperature to 5 degree above the room temperature in 100 seconds. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പവർ കണ്ടുപിടിച്ചാൽ പോരെ. പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? പവർ ഈക്വൽ ടു, അതായത് ഹീറ്റ് കറണ്ട്, പവർ എന്ന് പറഞ്ഞാൽ ദ ഹീറ്റ് എനർജി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈമാണ്. അതായത് ഇതിന് 10 degree ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാൻ എത്ര ഹീറ്റ് എനർജി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമുക്ക് പവർ ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? mc∆T എന്ന് എഴുതിക്കൂടെ. പവർ ഈക്വൽ ടു mc∆T ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം റിക്വയർഡ്. അപ്പോൾ മാസ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. മാസം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പാരഫിനും ഉണ്ട്, ആ പാരഫിൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കലോറിമീറ്റർ ഉണ്ട്. 2 പേരെയും കൂടിയാണ് ചൂടാക്കുന്നത്. അപ്പോൾ 2 പേർക്കും കൂടി കിട്ടുന്ന ഹീറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ പവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ mc∆T എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ഫോർ പാരഫിൻ, ഹീറ്റ് ടേക്കൺ ബൈ ദ പാരഫിൻ പ്ലസ് ഹീറ്റ് റിക്വയർഡ് ഹീറ്റ് ടേക്കൺ ബൈ ദ കലോറിമീറ്റർ. രണ്ടും കൂടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം?
ആദ്യം നമുക്ക് പാരഫിൻ്റെ എടുക്കാം. പാരഫിൻ്റെ മാസ് വരുന്നത് എത്രയാണ്? 180 അല്ലേ? അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എത്ര തന്നിട്ടുള്ളത്? 2 mc. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ പാരഫിൻ്റെ mc ഡെൽറ്റ ടി ആയി. പ്ലസ് കലോറിമീറ്ററും കൂടെ കിട്ടുന്നുണ്ടല്ലോ. കലോറിമീറ്ററിൻ്റെ മാസ് തന്നിട്ടുണ്ട് 100 gram ആണ്. 100 gram ഇൻറ്റു സി മാറ്റണ്ട, 400.4 ജൂൾ പെർ ഗ്രാം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ഗ്രാമിലാണ്, സ്പെസിഫിക് കപ്പാസിറ്റിയും ഗ്രാമിലാണ്. ഇൻറ്റു 0.4 ഇൻറ്റു ഡെൽറ്റ ടി ആസ് യൂഷ്വൽ 10 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡാണ്? 100 സെക്കൻഡ് അല്ലേ? എത്ര കിട്ടി? 18 180 3600 എന്ന് കിട്ടുന്നത്. 3600 പ്ലസ് ഇത് 400 അല്ലേ? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്രയായി? 4000/100. 40 വാട്ടാണ് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പവർ. നമുക്ക് ഈ പവറിനെ VI എന്നും കൂടെ എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ പവർ ഡിവൈഡഡ് ബൈ കറണ്ട്. പവർ എന്ന് പറയുമ്പോൾ 40, കറണ്ട് എന്ന് പറയുമ്പോൾ 2.5 ആണ് തന്നിട്ടുണ്ട്. സോ ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ വിൽ ബി 16 volts. ആൻസർ ഉണ്ടാവുമല്ലോ, രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇതുവരെ മുമ്പ് കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ചൂസ് ചെയ്തതാണ്. പൊതുവെ ഇപ്പോൾ കുറച്ച് നാളുകൾ, കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ തെർമൽ ഇതുപോലെയുള്ള ഈ തെർമൽ പ്രോപ്പർട്ടീസിനെയും അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത്തവണ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. വന്നാൽ നമുക്ക് നല്ലതല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. A simple pendulum is constructed out of a very thin string of thermal coefficient of linear expansion. ഇത് ആൽഫയാണ്. Alpha equal to 20 into 10 raised to minus 4 per degree Celsius and a heavy particle attached to one end. The free end of the string is suspended from the ceiling of an elevator at rest. റെസ്റ്റിലാണെങ്കിൽ എലവേറ്ററിൻ്റെ റീഡിങ്ങും ആക്ച്വൽ വെയിറ്റും സെയിം ആയിരിക്കും, mg തന്നെ ആയിരിക്കുമല്ലോ. When the temperature rises to 50 degree Celsius, അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ എത്ര? When the temperature rises to 50 degree Celsius, the elevator of the operator, ഇനി തെർമൽ കോഎഫിഷ്യൻ്റ് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദ പെൻഡുലം കീപ്സ് കറക്റ്റ് ടൈം അറ്റ് 0 degree. അപ്പോൾ ഇനീഷ്യൽ 0 ഡിഗ്രിയിൽ കറക്റ്റ് റീഡിംഗ് തരുന്നുണ്ട്. വെൻ ദ ടെമ്പറേച്ചർ റൈസസ് ടു 50 degree, അപ്പോൾ ഡെൽറ്റ ടി 50 ആണ്. The elevator operator of mass 60 kg being a student of physics accelerate the elevator vertically. ഇതൊക്കെ വലിച്ചു നീട്ടി കൊടുത്തിരിക്കുന്നതാണ്, നമുക്കത് നമ്മുടെ സമയം കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് മാത്രം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്നും കാണുമ്പോൾ അത് വലിയ ക്വസ്റ്റൻ ആണല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. ഏറ്റവും വലിയ ക്വസ്റ്റൻസ് ആയിരിക്കും, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും എളുപ്പമുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? ദ എലവേറ്റർ ഓപ്പറേറ്റർ ഓഫ് മാസ് 60 kg ബീങ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഫിസിക്സ് ആക്സലറേറ്റ് ദ എലവേറ്റർ വെർട്ടിക്കലി ടു ഹാവ് ദ പെൻഡുലം കറക്റ്റ് ടൈം. ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ഓപ്പറേറ്റർ വെൻ ദ പെൻഡുലം കീപ്സ് ദ ടൈം അറ്റ് 50 degree Celsius. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ടൈമൊന്നുമല്ല കണ്ടുപിടിക്കേണ്ടത്, ഇത് സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആ പെൻഡുലത്തിനെ ആക്സലറേറ്റ് ചെയ്യുന്നു. പെൻഡുലത്തിനെ ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓപ്പറേറ്ററുടെ അപ്പാരൻറ്റ് വെയിറ്റ് എത്ര, അതായത് mg + ma അല്ലെങ്കിൽ mg - ma എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ mg - ma അല്ലല്ലോ, കാരണം മുകളിലേക്കാണ് പോകുന്നത്. മേലേക്ക് പോയാൽ mg + ma യും താഴേക്ക് വന്നാൽ mg - ma ആണ്. അപ്പോൾ എന്തായാലും ഈ സംഭവം കറക്റ്റ് റീഡിങ് കാണിക്കുന്നത് 0 ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ കറക്റ്റ് ടൈം കാണിക്കുന്നത് 0 ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്ക് t = 2π × √L/g ആണ് അതിൻ്റെ ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഇതിൽ വ്യത്യാസം വരുമല്ലോ. കാരണം L എന്തായിട്ട് മാറും? L' = L × 1 + ആൽഫ ഡെൽറ്റ ടി ആയിട്ട് മാറും. അപ്പോൾ ലെങ്ത്ത് കൂടി, പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും. അപ്പോൾ ടൈം പീരീഡ് കൂടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ L/gയുടെ വാല്യൂ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര മെയിൻറ്റെയിൻ ചെയ്യണം. L കൂടി കഴിഞ്ഞാൽ ഈ ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജിയുടെ വാല്യൂ എന്ത് ചെയ്യണം? കൂടണം. ജിയുടെ വാല്യൂ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്താണ്? ആ ലിഫ്റ്റിനെ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാണ്. ലിഫ്റ്റിനെ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെറ്റ് ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? G + a ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു വഴി എന്താണ്? ടെമ്പറേച്ചർ കൂടിയാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടും. ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടിക്കഴിഞ്ഞാൽ അത് കൂടാതെ ഒറിജിനൽ ടൈം പീരീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നെറ്റ് ആക്സിലറേഷൻ്റെ വാല്യൂ ജിയിൽ നിന്ന് എത്രയാക്കി മാറ്റണം? കുറച്ച് കൂട്ടണം. ജിയിൽ നിന്ന് കൂട്ടണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്സിലറേറ്റ് ഇറ്റ് അപ്വേർഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ടൈം നമ്മളല്ല, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു?
ആ ടൈം പീരീഡ് ആദ്യം ഉണ്ടായിരുന്ന അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിനെ ഒന്ന് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറി? ലിഫ്റ്റിന് ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി ആ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആദ്യത്തെ ടൈം പീരീഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി ഇവിടെ? ടി ഈക്വൽ ടു ടി ഡാഷ് അല്ലേ? ടി എന്ന് പറഞ്ഞാൽ എന്താ? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി ആണ്. പുതിയ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേന് ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് ലെങ്ത് ഓഫ് ദ പെൻഡുലം 1 + ആൽഫ ഡെൽറ്റ ടി ആയിട്ട് മാറിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റിയുടെ വാല്യൂ ഇപ്പോൾ ജി അല്ല, നമ്മൾ ലിഫ്റ്റിനെ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് എത്രയായിട്ട് മാറി? G+a ആയിട്ട് മാറി. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. 2π വെട്ടിപ്പോയി, എൽ വെട്ടിപ്പോയി, പിന്നെ ഇനി വെട്ടിപ്പോകാൻ ആരുമില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ആ ജീനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടുന്നൊരു ജി എടുക്കാം. ഇവിടുന്നൊരു ജി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ആരായിട്ട് മാറി? G × 1 + a/g ആയിട്ട് മാറി. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെയും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. രണ്ട് സൈഡിലെ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് G ഈക്വൽ ടു എന്തായിട്ട് കിട്ടും? G+a ഡിവൈഡഡ് ബൈ 1 + ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുന്നത് നോക്കിക്കോ. അപ്പോൾ G × 1 + a/g ഈക്വൽ ടു G × 1 + a/g ഈക്വൽ ടു G × 1 + ആൽഫ ഡെൽറ്റ ടി എന്നല്ലേ വരിക. ജി എന്തായാലും ക്യാൻസൽ ചെയ്ത് കളയാം, 1ഉം അവിടെ വെട്ടിപ്പോയി. സോ നമുക്ക് a ഡിവൈഡഡ് ബൈ ജി ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എന്ന് കിട്ടും. സോ ആക്സിലറേഷൻ ഈക്വൽ ടു എത്രയായിട്ട് വന്നു? G ആൽഫ ഡെൽറ്റ ടി. ജി ഉണ്ടല്ലോ അവിടെ 10 ആണ് ജി. ആൽഫയുടെ വാല്യൂ എത്രയായിരുന്നു? 20 × 10⁻⁴. അപ്പോൾ ഞാനതിനെ 2 × 10⁻³ × 15 ആയി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ? ഇത് 50 × 10 500, 500 × 2 1000, 1000 × 10⁻³ സോ ആക്സിലറേഷൻ ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ ആ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? m × G+a അല്ലേ. സോ അയാളുടെ മാസ് വരുന്നത് 60 കിലോ ആണ്. സോ 60 × 10 + 1 11. സോ യുവർ ആൻസർ വിൽ ബി 660 ന്യൂട്ടൺ വിൽ ബി ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ മാൻ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന്? The figure given below shows the cooling curve of a pure wax material after heating. It cools from A to B and solidifies along BD. If L and C are the respective values of the latent heat and specific heat of the liquid wax, what is the ratio of latent heat by specific heat capacity ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മക്കളെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ 90 നിന്ന് 80 വരുന്നു. ആദ്യം ടെമ്പറേച്ചർ കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. ഹീറ്റിംഗ് എന്തായാലും കോൺസ്റ്റന്റ് റേറ്റിലല്ലേ, ഒരേ സോഴ്സിൽ നിന്നല്ലേ നമ്മളവിടെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 90 നിന്ന് 80 വരാൻ വേണ്ട ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് Q ഈക്വൽ ടു MC ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 അല്ലേ, 90 - 80 ഇതാണ് Q. ഇത് സംഭവിക്കുന്നത് എത്ര മിനിറ്റിലാണ്? 2 മിനിറ്റിലാണ്. അപ്പോൾ 2 മിനിറ്റിൽ ഇത്ര ഹീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഇത്ര ഹീറ്റ് അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് എടുക്കാവുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിൽ ഇത്ര ഹീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റിൽ 2 മിനിറ്റിൽ Q ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ 2Q അല്ലേ. അപ്പോൾ നമുക്ക് 2Q ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? m × ലാറ്റൻ ഹീറ്റ് അല്ലേ. ഇത് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. അവിടെ പറയുന്നുണ്ട് ആഫ്റ്റർ ഹീറ്റിംഗ് ഇറ്റ് കൂൾസ് ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് കൂൾ ചെയ്തു, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാണ്. സ്റ്റേറ്റ് ചേഞ്ച് ആണ് നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു സ്ലോപ്പ് ഇല്ലാത്ത സ്ട്രൈറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റിൽ അതിന് Q ഹീറ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 മിനിറ്റിൽ ആ വാക്സിൽ നിന്ന് Q എമൗണ്ട് റിലീസ് ചെയ്യുമെങ്കിൽ 4 മിനിറ്റിൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ 2Q അല്ലേ. അതായത് 2 മിനിറ്റിൽ Q ആണെങ്കിൽ ഇൻ 4 മിനിറ്റ്സ് അതിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2Q ആയിരിക്കും. ആ 4 മിനിറ്റിൽ അവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താ? അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആണ്. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് 2Q ഈക്വൽ ടു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ വരുന്നത്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലല്ലോ, ഫ്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെന്തായിട്ട് എഴുതാം? m × ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. 2Q എന്ന് പറഞ്ഞാൽ 2 × MC × 10 is equal to m × ലാറ്റൻ ഹീറ്റ്. m വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ കിട്ടുന്നത്? L/C അല്ലേ കണ്ടുപിടിക്കേണ്ടത്. L ഡിവൈഡഡ് ബൈ C ഈക്വൽ ടു 2 × 10, അതായത് 20. 4ാമത്തെ ഓപ്ഷനാണ് ആൻസർ വരിക. ഓക്കെ,
പിന്നെന്താണ് എ സാമ്പിൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് വായിച്ചൊന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. കണ്ടിട്ട് എ സാമ്പിൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഹാസ് എ പ്രഷർ ഓഫ് P0, വോളിയം ഓഫ് V0 ആൻഡ് ടെമ്പറേച്ചർ T0. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ആണത്. ഇറ്റ് ഈസ് ഐസോതെർമലി എക്സ്പാൻഡഡ് ടു ട്വൈസ് ദ ഒറിജിനൽ വോളിയം. അപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കാതെ നടക്കില്ലല്ലോ, പക്ഷെ ഗ്രാഫ് തന്നിട്ടില്ല, നമുക്ക് വരച്ചേ പറ്റുള്ളൂ. Then it is compressed at constant pressure to have the original volume V0. Finally, the gas is heated at constant volume to get the original temperature. അപ്പോൾ ഒറിജിനൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതൊരു സൈക്ലിക് പ്രോസസ്സ് ആണെന്നാണ്. സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ ഓർമ്മയുണ്ടാവും, തെർമോഡൈനാമിക്സിൽ പഠിച്ചത് സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തിനായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്? വർക്കായിട്ടായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ കണ്ടുപിടിക്കേണ്ടത് അത് തന്നെയാണ്. വാട്ട് ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദിസ് പ്രോസസ്സ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാണ്ട് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാനവിടെ ഒരു ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് വരയ്ക്കുകയാണ്. യു ഹാവ് ടു ഡ്രോ എ ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം. അപ്പോൾ തോന്നും ചിലർക്ക് സാറേ നമ്മൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ പ്രഷർ വോളിയം ഗ്രാഫ് അല്ലേ വരയ്ക്കേണ്ടത്. പക്ഷേ പ്രഷറിനെ പറ്റി ഇവിടെ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് പ്രഷർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് എ ടെമ്പറേച്ചർ സ്റ്റേറ്റ് ഓഫ് P0, V0, T0. ഫസ്റ്റ് ഇറ്റ് ഈസ് ഐസോതെർമലി എക്സ്പാൻഡഡ് ടു ട്വൈസ് ദ ഒറിജിനൽ വോളിയം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഐസോതെർമലി എങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു? ഡബിൾ ദ വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു, ട്വൈസ് ദ ഇനീഷ്യൽ വോളിയം. അപ്പോൾ അത് ഐസോതെർമലി വിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവാണ്? 2V വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. V0 എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ V0 എന്ന് പറയുന്നത് നമുക്കിവിടെ V0 എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തു, ടെമ്പറേച്ചറിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദെൻ ഇറ്റ് ഈസ് കംപ്രസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ഹാവ് ഒറിജിനൽ വോളിയം V0. അപ്പോൾ മക്കളെ ഒരു കാര്യം നോക്കിയേ, കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മളതിനെ കംപ്രസ് ചെയ്യുന്നു. എവിടേക്ക്? ആദ്യത്തെ വോളിയത്തിലേക്ക്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം 2Vയിൽ നിന്ന് എങ്ങോട്ട് കുറയണം? V ആയിട്ട് കുറയണം. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം പകുതി ആയി കഴിഞ്ഞാൽ ആരും പകുതിയാവണം? ടെമ്പറേച്ചറും പകുതിയാവണം. അപ്പോൾ ഇറ്റ് ഈസ് ഐസോതെർമലി എക്സ്പാൻഡഡ് ടു ട്വൈസ് ദ ഒറിജിനൽ വോളിയം. ഇറ്റ് ഈസ് ദെൻ കംപ്രസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ഹാവ് ദ ഒറിജിനൽ വോളിയം V0. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ആസ് പെർ ദ ചാൾസ് ലോ. അപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം എന്തായിരുന്നു? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മളതിനെ വോളിയം ഡബിളാക്കി മാറ്റി. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം Vയിൽ നിന്ന് 2V ആയി മാറി. അപ്പോൾ ആ കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് 2V എന്ന് പറയുന്ന വോളിയത്തിൽ വെച്ച് നമ്മളതിനെ അഡേബാറ്റ് ഐസോബാറിക്കലി അല്ലേ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇറ്റ് ഈസ് കംപ്രസ്ഡ് ടു ഒറിജിനൽ വോളിയം. അപ്പോൾ നേരെ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് എങ്ങനെ വരണം? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരണം. അപ്പോൾ തിരിച്ചെങ്ങോട്ടേക്ക് എത്തി? ഒറിജിനൽ വോളിയത്തിൽ തന്നെ എത്തി. 2V0യിൽ നിന്ന് V0യിലേക്ക് തന്നെ എത്തി. പിന്നെ എന്താ പറ്റുന്നത്? ഫൈനലി ദ ഗ്യാസ് ഇസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ടു ഗെറ്റ് ദ ഒറിജിനൽ ടെമ്പറേച്ചർ. നമ്മളതിനെ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്ത് ആദ്യത്തേലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സൈക്ലിക് പ്രോസസ്സ് ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്തായിട്ടാണ് മാറുന്നത്? വർക്കായിട്ടാണ് മാറുന്നത്. ഇവിടെ ഈ മൂന്ന് പ്രോസസ്സ് ഉണ്ടല്ലോ, 1, 2, 3. മൂന്നാമത്തെ പ്രോസസ്സ് ഐസോകോറിക് ആണ്, അവിടെ മാത്രം വർക്കില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര വരും? വർക്ക് ഡൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് പ്രോസസ്സ് ഐസോതെർമൽ ആണ്. രണ്ടാമത്തെ വർക്ക് ഡൺ ഡ്യൂറിങ് ദ ഐസോബാറിക് പ്രോസസ് W2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ ഐസോകോറിക് ആണ്. സോ വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് W1ൻ്റെ വാല്യൂ നോക്കാം. ഐസോതെർമൽ വർക്ക് അല്ലേ. ഐസോതെർമൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? nRT0 ഇൻറ്റു ലോഗരിതം ഓഫ് V2 ഡിവൈഡഡ് ബൈ V1. ഫൈനൽ വോളിയം 2V0, ഇനീഷ്യൽ വോളിയം V0. അപ്പോൾ 2V0/V0 എന്ന് പറഞ്ഞാൽ എത്രയും log 2 ആയിട്ട് മാറി. പ്ലസ് W2 എന്ന് പറഞ്ഞാൽ ഈ ഐസോബാറിക് പ്രോസസ്സിൽ ഉണ്ടാകുന്ന വർക്കാണ്. ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? പ്രഷർ ഇൻറ്റു V2 മൈനസ് V1 അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ പ്രഷർ എത്രയാണെന്ന് അറിയണം. ഈ സ്റ്റേറ്റിൽ, അതായത് ഈ പ്രോസസ്സ് 1 കഴിയുമ്പോൾ പ്രഷർ എത്രയാണെന്ന് അറിയണം. ത്രൂ ഔട്ട് ദിസ് പ്രോസസ്, സെക്കൻഡ് പ്രോസസ് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം നോക്കുക, ഇനീഷ്യൽ പ്രഷർ എത്രയായിരുന്നു? P0 ആയിരുന്നു. ഇനീഷ്യൽ പ്രഷർ P0 ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ പ്രഷർ നേരെ പകുതിയായിട്ടുണ്ടാവും. സോ ഈ 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്? P0 അല്ലേ വരിക? P0 അല്ല, P0/2 അല്ലേ വരിക? ദ പ്രഷർ ഈസ് P0 ആയിരുന്നു ഇവിടെ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഡബിൾ ആയി കഴിഞ്ഞാൽ ആസ് പെർ ബോയിൽസ് ലോ വോളിയം ഡബിൾസ് മീൻസ് പ്രഷർ ബിക്കംസ് ഹാഫ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ. സോ P0യിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? P0/2 ആയിട്ടുണ്ടാവും. ആൻഡ് ത്രൂ ഔട്ട് ദിസ് പ്രോസസ് പ്രഷർ ബിക്കംസ് P0 ഡിവൈഡഡ് ബൈ 2. V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ ഇനി ഫൈനൽ വോളിയം V0, ഇനീഷ്യൽ വോളിയം V0/2 ആണ്. അപ്പോൾ അത് V0 മൈനസ് V0 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറി. സോ അവിടെ നടക്കുന്ന വർക്ക് എത്രയാണ്? V0 മൈനസ് V0/2 അല്ലല്ലോ, തെറ്റിപ്പോയില്ലേ? V0
ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയം 2V0. അപ്പോൾ എത്രയായിട്ട് വന്നു? -P0 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറി. അപ്പോൾ പ്ലസ് അല്ലല്ലോ, അവിടെ ഒരു മൈനസ് വന്നില്ലേ, -P0 ഡിവൈഡഡ് ബൈ 2. ഈ nRT0 നമുക്ക് എളുപ്പത്തിൽ മാറ്റാമല്ലോ. nRT0 ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് P0V0 ഇൻറ്റു log 2 -P0V0 ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ ഏതാണ്? P0V0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ബി log 2 - 1/2 ഇൻറ്റു P0V0. ഏതാ ഓപ്ഷൻ? 1, 2, 3, 4ാമത്തെ ഓപ്ഷൻ. 4th one will be your answer. ഓക്കെ. പിന്നെന്താണ്? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇൻസുലേറ്റഡ് ചേംബർ അറ്റ് എ ഹൈറ്റ് എബവ് ദ എർത്ത് സർഫസ്. ഹൈറ്റ് എബവ് ദ എർത്ത് സർഫസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഗ്രാവിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവണം. ആൻഡ് ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് 30 degree, ഹാസ് എ ക്ലോക്ക് ഫിറ്റഡ് വിത്ത് an uncompensated pendulum. The maker of the clock for the chamber mistakenly designs to maintain the correct time at 20 degrees Celsius at that height. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ചേംബർ. അപ്പോൾ 30 ഡിഗ്രിയിൽ കറക്റ്റ് ടൈം കാണിക്കേണ്ടതാണ്. ബട്ട് ബൈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതിന് കറക്റ്റ് ടൈം എപ്പോഴേ കാണിക്കാൻ പറ്റൂ? 20 ഡിഗ്രിയിലേ കാണിക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും 30 ഡിഗ്രിയിൽ അത് കാണിക്കുന്ന ടൈമിന് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ലെങ്ത് കൂടും, ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും. അങ്ങനെ ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് if the chamber were brought to earth surface, the clock it is found that if the chamber were brought to earth surface, the clock in it would click the correct time at 30 degree. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ എർത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 30 ഡിഗ്രിയിൽ ഇത് കറക്റ്റ് ടൈം കാണിക്കും. എർത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 30 ഡിഗ്രി കാണിക്കും. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പെൻഡുലം എത്രയാണെന്നാണ് ചോദ്യം. നമ്മളപ്പോൾ എന്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി? എപ്പോൾ കറക്റ്റ് ടൈം കിട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ പോരെ. എപ്പോഴൊക്കെയാണ് കറക്റ്റ് ടൈം കിട്ടുന്നത്? ഒന്ന് 20 ഡിഗ്രിയിൽ അറ്റ് ഹൈറ്റ് എച്ചിലും, രണ്ടാമത്തെ 30 ഡിഗ്രിയിൽ എർത്തിൻ്റെ സർഫസിലും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്ന കാര്യം, ഇത്രയും ലെങ്തി ക്വസ്റ്റൻ ആണെങ്കിലും നമുക്ക് എടുക്കേണ്ട കാര്യം 2 മാത്രം. ഏതാ? കറക്റ്റ് ടൈം കാണിക്കുന്നത് ഒന്ന് 20 ഡിഗ്രി സെൽഷ്യസിൽ എച്ച് ഹൈറ്റിലും, 2 30 ഡിഗ്രി സെൽഷ്യസിൽ എർത്തിൻ്റെ സർഫസിലും. അപ്പോൾ ടൈം പീരീഡ് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ടൈം പീരീഡ് അറ്റ് എ ഹൈറ്റ് എച്ച് അറ്റ് 20 degree Celsius is equal to time period on the surface of earth at 30 degree Celsius. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മറ്റേ ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ തീരും. അപ്പോൾ അറ്റ് ഹൈറ്റ് എച്ചിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ അത് കറക്റ്റ് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? T equal to എത്രയാണ് വരുന്നത്? 2π into root of L ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുമ്പോൾ അറ്റ് ഹൈറ്റ് എച്ചിൽ ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? GM ഡിവൈഡഡ് ബൈ R+H² ആണ്, മറക്കരുത്. ഇത് 1 - 2h/r G × 1 - 2h/r എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ആ ഹൈറ്റ് എത്രത്തോളം കൂടുതലാണ് കുറവാണെന്ന് പറഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു യൂസ് ദ ജനറൽ ഇക്വേഷൻ. പലർക്കും അത് G × 1 - 2h/r എഴുതിക്കൂടെ എന്ന് തോന്നും. അങ്ങനെ എഴുതണമെങ്കിൽ അവിടെ സ്പെസിഫിക്കലി എടുത്ത് പറയണം. ദ വാല്യൂ ഓഫ് H ഈസ് വെരി വെരി ലെസ് ദാൻ R എന്ന് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ G × 1 - 2h/r എടുക്കാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാനൊന്നുമില്ലല്ലോ. 2π × റൂട്ട് ഓഫ്. പക്ഷേ എർത്തിൻ്റെ സർഫസിലേക്ക് വന്ന ടെമ്പറേച്ചർ എത്രയാവും? 30 ഡിഗ്രി ആവും. 30 ഡിഗ്രി ആവുമ്പോൾ 20 ഡിഗ്രിയിലാണ് അത് കറക്റ്റ് ടൈം കാണിക്കേണ്ടത്. അവിടെ എർത്തിൻ്റെ സർഫസിലെത്തിയപ്പോൾ അതെന്തായിട്ട് മാറി? 30 ഡിഗ്രിയിൽ കറക്റ്റ് റീഡിങ് കാണിച്ചു. അപ്പോൾ 20ൽ നിന്ന് 30ലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ലെങ്ത്തിൽ എന്തായാലും ഒരു എക്സ്പാൻഷൻ വരുമല്ലോ. ലെങ്ത്തിലേക്ക് വരുന്ന എക്സ്പാൻഷൻ എത്രയായിരിക്കും? ദാറ്റ് ഈസ് L. കാരണം ദ മേക്കർ ഓഫ് ദ ക്ലോക്ക് ഫോർ ദ ചേംബർ മിസ്റ്റേക്കൻലി ഡിസൈൻസ് ടു ഗീവ് ദ കറക്റ്റ് ടൈം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ കാണിക്കുന്ന ടൈമും 30 ഡിഗ്രി സെൽഷ്യസിൽ എർത്തിൽ കാണിക്കുന്ന ടൈമും സെയിം ആണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? L × 1 + α ∆t ആയിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ സർഫസിലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം അത് G ആണ്. ജിക്ക് പകരം വെട്ടിപ്പോകാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? GM/r² എന്ന് എഴുതിയിട്ടുണ്ട്. 2π വെട്ടിപ്പോയി. അയ്യോ, ഇവിടെ ഒരു ഹോൾ സ്ക്വയർ അറിയാതെ വന്നു പോയതാണ്. GM/r+h മാത്രമല്ലേ ഹോൾ സ്ക്വയർ ഉള്ളൂ. അതറിയാതെ എല്ലാത്തിനും കൂടെ ഒരു ഹോൾ സ്ക്വയർ വന്നതാണ്. GM/r+h ഹോൾ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഇവിടെ വെട്ടിക്കളയാൻ 2π പോയി. റൂട്ട് നമുക്ക് കളയാം. പിന്നെ കളയാൻ പറ്റുന്ന ആരെയാണ്? L നമുക്ക് ക്യാൻസലാക്കി കളയാം. GM അവിടെ വെട്ടിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ ബാക്കി വരുന്ന ആരാ? R+h ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R² × 1 നേരെ മുകളിലേക്ക് പോയില്ലേ? 1 + α ∆t എന്ന് വന്നു. ഇവിടെ ഞാനിതിനെ
ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആയില്ലേ, ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ആർ സ്ക്വയർ വെട്ടിക്കളഞ്ഞോ, അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് എടുക്കാം. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 പ്ലസ് എച്ച് ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഹോൾ റൈസ് ടു 1/2 എന്നായില്ലേ. ഇവിടെ ഈ 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഹോൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞ ഫോമിൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. ആൽഫയുടെ വാല്യൂ നോർമലി 10⁻⁻⁵ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് എൻ എക്സ് പ്ലസ് എൻ സ്ക്വയർ എക്സ് ബൈ എന്ന് പറയുന്ന ആ ഹയർ ടേംസ് ഒന്നും നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫസ്റ്റ് ടേം മാത്രം നമുക്ക് അവിടെ എടുത്താൽ മതി. അപ്പോൾ എന്തായി, 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് അല്ലേ. എൻ എക്സ് എന്ന് പറയുമ്പോൾ ആൽഫ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 1 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് എഴുതാം, എച്ച് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഡെൽറ്റ ടി 50 ആണ് അവിടെ തന്നിട്ടുണ്ട്. 50 തന്നെയല്ലേ, 50 അല്ല സോറി 20 നിന്ന് 30 ആണ്, 10 ആണ്. അപ്പോൾ അവിടെ എച്ച് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി 10 ഡിവൈഡഡ് ബൈ 2 5. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടിയല്ലോ, ആൽഫ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 5R എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ യുവർ ആൻസർ വിൽ ബി തേർഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനോട് കൂടെ ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.